തയ്യാറാക്കാൻ പോകുന്നത് കായ എരിശ്ശേരിയാണ്. അതിനു വേണ്ടിയിട്ട് പച്ചക്കായ ഇല്ലേ, കറിക്കായ, അതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത്തയ്ക്ക കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇത് സാധാരണയായിട്ട് ക്രിസ്മസ് ലഞ്ചിൻ്റെ മെയിനായിട്ടുള്ള ഒരു കറിയാണ്. ഓണത്തിൻ്റെ പരിപ്പ് കറി വെക്കുന്ന പോലെ ക്രിസ്മസ് ലഞ്ചിന് കായ എരിശ്ശേരി, തേങ്ങ അരയ്ക്കാതുള്ള പുളിശ്ശേരി ഉണ്ടല്ലോ, ആ പുളിശ്ശേരി, ക്യാബേജ് തോരനുമാണ് മെയിനായിട്ട് വെജിറ്റേറിയൻ കറികളായിട്ട് മധ്യ തിരുവിതാംകൂർ മുതൽ തെക്കോട്ടുള്ള ഭാഗത്തോട്ട് വെക്കാറ്. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചീകി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ കഷ്ണങ്ങളും എരിവിനാവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേകാൻ ആവശ്യത്തിന് വെള്ളം, 1/2 മുതൽ 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്കിതൊരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഏത്തക്കയൊക്കെ ആണെങ്കിൽ 4 വിസിലൊക്കെ വേണമായിരിക്കും നന്നായിട്ട് വെന്തുടഞ്ഞ് വരാനായിട്ട്. ഇനി നമ്മളിത് തുറക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ അരച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുമേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങയും 2-3 ചുവന്നുള്ളി, ഒരു 3 ചെറിയ കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1 പച്ചമുളക്. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എങ്കിലും അരപ്പിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ അരയ്ക്കുന്നുണ്ട്. ഇത്രയും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതൊരു തവി കൊണ്ട് ഉടച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറി ഒരു കുറുകിയ ഒരു ടെക്സ്ചറിലുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക്, ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത് കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചുമക്കുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളർ ആവണ്ട. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ കായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്.